ഡോക്ടർ മോഹൻ വർഗീസ്, കോൺഗ്രസിന്റെ അതിജീവന സാധ്യതകളെ താങ്കൾ എത്രമാത്രമാണ് കാണുന്നത്? ഇപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, കോൺഗ്രസ് അതിന്റെ മുതിർന്ന നേതാക്കളോടൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കമൽനാഥിനും അശോക് ഗെഹ്ലോട്ടിനും ഭൂപേഷ് ബാഗേലിനും സിംഗ്വിയോയ്ക്കും അതുപോലെയുള്ള ഓരോ സ്റ്റേറ്റിലും പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്ന നേതാക്കൾക്ക് അവരുടെ സ്വന്തം സീറ്റെങ്കിലും, അവരുടെ സീറ്റോ തൊട്ടടുത്ത സീറ്റോ എങ്കിലും ജയിപ്പിക്കാൻ കഴിഞ്ഞേക്കും. നമുക്കറിയാം, ഈ സ്റ്റേറ്റുകളിലൊന്നും കോൺഗ്രസിന് സീറ്റയിൽ ആകപ്പാടെ മധ്യപ്രദേശിൽ ചിന്ദ്വാരയിൽ കമൽനാഥിന്റെ മകന്റെ ഒരു സീറ്റ് ഒഴിച്ചാൽ ഈ ഹിന്ദി ഹൃദയഭൂമിയിൽ വലിയ ക്രൈസിസിലാണ് കോൺഗ്രസ്. റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധിയുടെ പേര് കേൾക്കുന്നു. ഇങ്ങനെ പ്രധാനപ്പെട്ട സ്വന്തം നിലയ്ക്ക് സീറ്റ് ജയിക്കാൻ കെൽപ്പുള്ള ആളുകളെ ലോക്സഭയിലേക്ക് ടിക്കറ്റ് കൊടുത്ത് മത്സരിപ്പിക്കുക എന്നുള്ളതായിരിക്കും നിശ്ചയമായും ഹിന്ദി ഹൃദയഭൂമിയിലെ കോൺഗ്രസിന്റെ സ്ട്രാറ്റജി. ഒന്ന്. രണ്ടാമത്തേത്, കോൺഗ്രസിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിശിതമായി എതിർ നിൽക്കുന്ന നേതാക്കൾ ശരത് പവാർ, അതുപോലെ തന്നെ ഉദ്ധവ് താക്കറെ, ബംഗാളിൽ മമതാ ബാനർജി, സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾ, ഇവിടെ നിന്നൊക്കെ പരമാവധി BJP വിരുദ്ധത കത്തിച്ച് പരമാവധി സീറ്റുകൾ സമാഹരിച്ചാൽ ഈ പറഞ്ഞ 400, 370 തുടങ്ങിയ ആ പറയുന്ന കണക്കുകൾക്കൊക്കെ അപ്പുറത്ത് വേണമെങ്കിൽ BJP 250 പിടിക്കാൻ പറ്റില്ലേ? അഭിലാഷ്, തീർച്ചയായും കോൺഗ്രസ് പാർട്ടി അതിജീവനത്തിന് വേണ്ടി പൊരുതുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഇന്ത്യയുടെ രാഷ്ട്രീയ നഭോമണ്ഡലത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയുടെ ശക്തി എന്ന് പറയുന്നത് ഏതാനും ചില സംസ്ഥാനങ്ങളിലേക്ക് ചുരുങ്ങുകയാണ്. ദക്ഷിണേന്ത്യയിലെ കേരളം, ദക്ഷിണേന്ത്യയിലെ തന്നെ കർണാടകം, അതുപോലെ തെലുങ്കാന മുതലായ സംസ്ഥാനങ്ങളിൽ ചുരുങ്ങുന്നു. മധ്യഭാരതത്തിൽ, പ്രത്യേകിച്ചും ഹിന്ദി ഹൃദയഭൂമിയിൽ ഭാരതീയ ജനതാ പാർട്ടിയോട് ഏറ്റുമുട്ടുന്ന രാഷ്ട്രീയ ശക്തി കോൺഗ്രസ് തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ ഏതാനും തെരഞ്ഞെടുപ്പുകൾ, പൊതു തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ഭാരതീയ ജനതാ പാർട്ടിയും കോൺഗ്രസും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ വളരെ വലിയ മാർജിനിൽ BJP ജയിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ ഇവിടെ നമ്മൾ കോൺഗ്രസിന് ഉയർത്തെഴുന്നേക്കാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ചും മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് മുതലായ സംസ്ഥാനങ്ങളിൽ ഇവിടെ കോൺഗ്രസിൻ്റെയും BJPയുടെയും വോട്ട് ഷെയർ തമ്മിൽ വളരെ വലിയ അന്തരമൊന്നും തന്നെ ഇല്ല. മധ്യപ്രദേശിൽ 10% വ്യത്യാസമുണ്ട്, രാജസ്ഥാനിൽ 2% വ്യത്യാസമുണ്ട്, ലേറ്റസ്റ്റ് കണക്കാണ്. ഛത്തീസ്ഗഡിൽ ചെറിയ ഒരു വ്യത്യാസമാണുള്ളത്. ഈ ഒരു വോട്ട് ഷെയർ മറികടക്കാൻ തക്ക സഖ്യങ്ങൾ ഉണ്ടാവുകയും അവിടെ ഒന്നും വലിയ പ്രാദേശിക കക്ഷികളില്ല എന്നത് വാസ്തവമാണ്. അങ്ങനെ ഉണ്ടായാൽ യഥാർത്ഥത്തിൽ നഷ്ടം ഭാരതീയ ജനതാ പാർട്ടിക്ക് തന്നെയാണ്. ഓർക്കുക, 200ഓളം സീറ്റുകളിലാണ് ഭാരതീയ ജനതാ പാർട്ടിയും കോൺഗ്രസും നേരിട്ട് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാറ്റുരച്ചത്. അതിൽ കേവലം 15 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസ് ജയിച്ചത്. അതുകൊണ്ട് ആസ് എ തം റൂൾ ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പിന് നേരിട്ടാൽ കോൺഗ്രസിന് അതിൽ നിന്നും മെച്ചപ്പെടാനേ സാധിക്കൂ. അപ്പോൾ BJP കാട്ടുന്ന ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? 303 സീറ്റാണ് ആകെ BJPക്ക് ലോക്സഭയിൽ ലഭിച്ചത്. 547 അംഗ സഭയിൽ ഭൂരിപക്ഷത്തിന് വേണ്ടത് 273 സീറ്റാണ്. അതിൽ നിന്ന് 30 സീറ്റ് കൂടുതലായി BJPക്ക് മാത്രമായി ലഭിച്ചു. അങ്ങനെ വരുമ്പോൾ ഇത് ഹിന്ദി ഹൃദയഭൂമിയിൽ ചെറിയ തിരിച്ചടി ഉണ്ടാവുകയും ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടിയും അതുപോലെ രാഷ്ട്രീയ ലോക്ദളും എല്ലാം ചേർന്ന് കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് BJPക്ക് ചെറിയ വെല്ലുവിളിയെങ്കിലും ഉയർത്തിയാൽ തീർച്ചയായും BJP തന്നെയാണ് ഉത്തർപ്രദേശിലെ 1-ാം നമ്പർ പാർട്ടി. 80 സീറ്റുകൾ സംഭാവന ചെയ്യുന്ന ഉത്തർപ്രദേശിൽ രാമക്ഷേത്രത്തിന്റെ പ്രയോജനം കൂടി എടുക്കാൻ BJPക്ക് തീർച്ചയായിട്ടും കഴിയും. എന്നിരുന്നാലും പ്രതിപക്ഷങ്ങൾക്ക് നില മെച്ചപ്പെടുത്താൻ സാധ്യതയുണ്ട്. ബീഹാറിൽ നിതീഷ് കുമാറിനോടുള്ള ഭരണവിരുദ്ധ വികാരം ഒരു പരിധിവരെ പ്രയോജനപ്പെടുന്നത് രാഷ്ട്രീയ ജനതാദളിനാണ്. ലാലു പ്രസാദ് യാദവിന്റെയും തേജസ്വി യാദവിന്റെയും പാർട്ടിക്കാണ്. കോൺഗ്രസിന് അവിടെയും ഫ്രിഞ്ച് ബെനിഫിറ്റ് കിട്ടാം. അപ്പൊ ഇവിടെ മമതാ ബാനർജിയുമായിട്ട് സീറ്റ് ഷെയറിംഗിൽ ഒരു നല്ല ധാരണയിലെത്താൻ കഴിയുകയും അതുപോലെ മറ്റ് സംസ്ഥാനങ്ങൾ, നഷ്ടപ്പെട്ടു പോയ സംസ്ഥാനങ്ങളിലെ ബേസ്, അതിലൊന്ന് ആന്ധ്രാപ്രദേശാണ്. അപ്പോൾ YS രാജശേഖർ റെഡ്ഡിയുടെ മകൾ ജഗൻമോഹൻ റെഡ്ഡിയുടെ സഹോദരൻ YS ഷാർമിളയെ നിർത്തി ആന്ധ്രാപ്രദേശ്, മുൻകാലങ്ങളിൽ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ ആന്ധ്രാപ്രദേശ് ഇപ്പോൾ തിരിച്ചു പിടിക്കാനുള്ള ശ്രമമാണ്. തിരിച്ചു പിടിക്കാൻ സാധിച്ചില്ലെങ്കിലും അവിടെ ഏതാനും സീറ്റുകൾ നേടി വരികയും ചെയ്താൽ കോൺഗ്രസിന് ഇപ്പോൾ ആയിരിക്കുന്ന ഒരു അന്തരാള അവസ്ഥയിൽ നിന്നും ചെറിയ മോചനം നേടാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ 370 സീറ്റിനെ മറികടക്കാനോ അല്ലെങ്കിൽ 370നെ ഒഴിവാക്കാനോ സാധിച്ചേക്കാം. ഒരുപക്ഷെ ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ച 303ലേക്ക് ചുരുക്കിക്കൊണ്ടുവരാൻ പരമാവധി ശ്രമിച്ചേക്കാം എന്നത് മാത്രമാണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ത്യ മുന്നണി കോൺഗ്രസിന്റെ നേതൃത്വത്തിലായി ഇന്ത്യ മുന്നണിക്ക് ഒരു കോയലീഷൻ ഇഫക്റ്റ് ഉണ്ടാകണമെങ്കിൽ അതിന് ഇപ്പോഴും കൊഹിഷൻ വന്നിട്ടില്ല. അപ്പൊ അത് വരാതിരിക്കുന്നതിന്റെ കാരണം ഏത് നിമിഷവും ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ ഒരുപക്ഷെ ഭൂരിപക്ഷത്തിന് കുറവ് വന്നാൽ NDA മുന്നണിയിലേക്ക് ചേക്കേറാൻ സാധിക്കും. അവിടെയാണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിന് പോലും സംശയമില്ല. പക്ഷെ എത്ര സീറ്റ് കുറയ്ക്കാൻ കഴിയും, അങ്ങനെ ഒരു സർക്കാർ രൂപീകരണത്തെ തടയാൻ കഴിയും എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം.